വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ പറ്റിയതിൽ സന്തോഷം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ നാൾ നമുക്ക് വച്ചുപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതെൻ്റെ സിസ്റ്ററിലോ ആയിട്ടുള്ള ദീന ചേച്ചിയുടെ മദറിനിലോ മറിയാമ്മ അമ്മച്ചി ചേട്ടൻ ഗൾഫിലേക്ക് പോകുമ്പോൾ അച്ചാറ് പോലെ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കി കൊടുത്തു വിടുന്ന ഒരു ഇഞ്ചിക്കറിയാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇവയാണ്. നമുക്ക് ഏകദേശം ഒരു 250 ഗ്രാം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തത് വേണം. അതേ അളവിൽ തന്നെ ഏകദേശം 250 ഗ്രാം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഇവിടെ കുറച്ച് കൂടുതലും കുറവൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ 250 ഗ്രാം അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്കിവിടെ ഒരു 2 ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചത് വേണം. അതുപോലെ ഒരു 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് വേണ്ട പൊടികൾ ഇവയാണ്. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കശ്മീരി മുളക് പൊടി സാധാരണ മുളക് പൊടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ശർക്കരയാണ്. ശർക്കര ഞാനിപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചതും ആവശ്യമാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്. അതിന് വേണ്ട ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണയും അതുപോലെ ഉപ്പും പിന്നെ 1 ഗ്ലാസ് നല്ല ചൂടാക്കിയ വെള്ളവും ആവശ്യമാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഇഞ്ചിക്കറിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് കാണാം. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഇനി ഈ എണ്ണയിലിട്ട് ഇഞ്ചി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ 250 ഗ്രാം ഇഞ്ചി അല്ല ഉള്ളത്. നിങ്ങൾക്ക് ഒരളവ് കിട്ടാനാണ് ഞാൻ 250 ഗ്രാം ഇഞ്ചി പറഞ്ഞിട്ടുള്ളത്. 250 ഗ്രാം ഇഞ്ചിയുടെ കൂടെ തന്നെ 250 ഗ്രാം ചെറിയുള്ളിയും കൂടി എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ എണ്ണ മാറ്റി വെച്ചിട്ട് ഈ ഫ്രൈ ആയിട്ടുള്ള ഇഞ്ചി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഈ ഫ്രൈ ചെയ്തെടുത്ത ഇഞ്ചി നന്നായി തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഇഞ്ചി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ ജാറിൽ അരയ്ക്കുമ്പോൾ ജാറ് നന്നായിട്ട് ഉണങ്ങിയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിനകത്ത് വെള്ളമയൊന്നും ഉണ്ടാവരുത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതേ സമയം തന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളിയിൽ നിന്ന് ആ പുളി അങ്ങ് പിഴിഞ്ഞ് എടുത്ത് അല്ല പുളി വെള്ളം മാത്രം നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വീണ്ടും ഒരു പാൻ എടുക്കാം. അതിലേക്ക് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ നേരത്തെ ഒഴിച്ച എണ്ണ ഒഴിക്കരുത്, അതല്ലാതെ വേറെ എണ്ണ ഒഴിക്കാം. അതിനുശേഷം അത് ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചെറിയുള്ളി അത്യാവശ്യം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിക്കറി തന്നെ പല രീതിയിൽ തയ്യാറാക്കിയെടുക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ സദ്യക്ക് ഉണ്ടാക്കുന്ന പോലെയല്ല ഉണ്ടാക്കുന്നത്. നമുക്ക് കുറച്ച് നാൾ ഇങ്ങനെ വച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇഞ്ചിക്കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ചെറിയുള്ളിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഉലുവ പൊടിച്ചത് ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് എണ്ണയിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഈ പൊടികളിലൊക്കെ കടന്ന് നന്നായിട്ട് ഒന്ന് വെട്ടി തിളക്കാൻ വേണ്ടിയിട്ട് ചെറിയ തീയിലിട്ട്
വയ്ക്കാം. വീണ്ടും പച്ചമണമൊക്കെ മാറി ഈ വെള്ളം ഇങ്ങനെ ഇതിൽ കിടന്ന് ഇങ്ങനെ വെട്ടിത്തിളക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ആ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ കിടന്ന് ആ പുളി വെള്ളത്തിൻ്റെ മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം, പച്ചമണം. നമുക്കറിയാം ഇഞ്ചി എന്ന് പറയുന്നത് ഉദരരോഗങ്ങൾക്കും അതുപോലെ നമ്മുടെ വയറിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ഒരു ഔഷധമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ കുറച്ച് ഇതുപോലെ ഇഞ്ചിക്കറി ആക്കി വയ്ക്കാം. എന്നിട്ട് കുറച്ച് ഫുഡ് കഴിക്കുമ്പം അച്ചാർ പോലെ എടുത്ത് കഴിക്കുക. ഇനി ഇത് നന്നായിട്ട് ഇതിലെ ആ പച്ചമണം മാറി ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പുളിയൊക്കെ നോക്കി കുറച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ പുളിയും മധുരമൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഇതിലെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതാ നമ്മുടെ ഇഞ്ചിക്കറി എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ട്രഡീഷണലായിട്ട് അമ്മച്ചിമാരൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന ഈ ഇഞ്ചിക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഡെലിവറിക്ക് ശേഷം സ്ത്രീകൾക്കൊക്കെ ഇത് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സുകൾ കമൻസിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.